ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാനുമായിട്ട് വീഡിയോ കോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വീഡിയോ കോൾ, അപ്പം അതിന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും മാത്രം കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് പകുതി വെച്ച് ഈ ഇവിടെ കാണുന്ന നമ്പറിൽ വെറുതെ ഒന്നും അറിയാണ്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അവസാനത്തിലല്ല പറയാൻ പോകുന്നത്, അതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ എങ്ങനെ വീഡിയോ കോൾ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ AI ഫേസ് എന്നല്ല, എൻ്റെ ഒറിജിനൽ പക്ക ഫേസുമായിട്ടാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് കിടുലൻ ഐറ്റം, അതായത് നല്ലൊരു കഥയിലോട്ട് നമുക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് എൻ്റെ ഒരു ട്യൂഷൻ മാഷിൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ 18-ാം വയസ്സിൽ എനിക്ക് എൻ്റെ കോളേജ് നിർത്തേണ്ടി വന്നതല്ല, എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്നൊരു ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബോക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ചിക്കൻ ബോക്സ് വന്ന ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ, ആർക്കും കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എനിക്കും കോളേജിൽ പോകാൻ പറ്റിയില്ല. അപ്പോഴായിരുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പയ്യൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അതൊരു ചെറിയ പയ്യനാണ്, എനിക്ക് കുറച്ച് വലിയൊരാണ്. അങ്ങനെ അമ്മ പറഞ്ഞു, നീ ഏതായാലും അവിടെ പോ, എന്നിട്ട് അവിടെ പഠിക്കും. എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ കോളേജ് എന്ന് പറയുന്നത് കുറേ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി വേറൊരു വഴിയില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് നല്ലൊരു മാഷായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്യൂഷന് പോകുന്ന ഒരു വലിയ പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ മാത്രമായിരുന്നു. അങ്ങനെ അമ്മയുടെ ചങ്ങാതി ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയൽവാസിയുണ്ട്. അവളോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്താന്ന് വെച്ചാൽ, എൻ്റെ മോക്ക് ഇങ്ങനൊരു രോഗം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു മാസത്തെ എനിക്ക് നടന്നത് സാധാരണ പോലെ ചിക്കൻ ബോക്സ് എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കോളേജിൽ പോകും. അങ്ങനെ അമ്മ, എനിക്ക് തുമ്മാൻ വരുന്നു പോയി. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ തലേന്ന് രാത്രി അദ്ദേഹത്തിന് വിളിച്ച് ചോദിച്ചു, അതായത് അവിടെ എങ്ങനെയാണ് ഡിഗ്രിക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി ആൾക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അഡ്മിഷൻ മുടങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ആൾക്കാർ വരുന്നുണ്ടോ എന്നതിലല്ലല്ലോ കാര്യം, എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നുണ്ടോ എന്നുള്ളതിലല്ലേ കാര്യം. എൻ്റെ അടുത്ത് വന്ന കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ആൾക്കാർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചത് അവൾക്ക് ആൾക്കാർ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. അവള് പറയുന്നത്, അവളുടെ വയസ്സിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവൾക്കതൊരു നാണക്കേടല്ലേ. കാരണം ഡിഗ്രിക്ക് ട്യൂഷൻ പോകുമ്പോൾ അത് അവൾക്കൊരു നാണക്കേടാണ്. കാരണം എന്താന്ന് വെച്ചാല്, അതിപ്പോ ഒരു നാണക്കേടല്ലേ, അതിപ്പോ എന്തെന്നാ പറയണ്ടേ, എന്താന്ന് വെച്ചെങ്കിൽ അങ്ങനെ അമ്മ കോൾ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഡിഗ്രിക്ക് അങ്ങനെ ആൾക്കാരില്ല. എൻ്റെ 18-19 വയസ്സിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് എല്ലാം മൈനറാണ്, അതായത് ചെറിയ വയസ്സായിരുന്നു, 18-ന് താഴെ. അതായത് എന്താന്ന് വെച്ചാല് 16, 15, 14 അങ്ങനെയല്ല, 16 ഇല്ല, ഒരു 13, 15 വയസ്സിന് മീത്ത ആരില്ല. അപ്പൊ തന്നെ അവള് പറഞ്ഞു, എന്നാ ഡബിൾ ഓക്കെ. കാരണം ഏതോ ഒരു ചേട്ടനാണ് ട്യൂഷൻ എടുക്കുന്നത്, ഒന്നും പ്രശ്നമില്ല, ആൾക്കാരും ഇല്ല, ഒരു നാണക്കേടും ഇല്ല. അപ്പൊ അവള് പറഞ്ഞു, എന്നാ ഞാൻ നാളെ വൈകുന്നേരം വരാം. അപ്പൊ അയാള് പറഞ്ഞു, വൈകുന്നേരം 3 മണിക്ക് വരണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, പിന്നെന്താ, ഞാൻ 3 മണി. എന്നോട് പറഞ്ഞില്ല, എൻ്റെ അമ്മയോട് പറഞ്ഞതാണ്. അമ്മയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അയാളെ ശബ്ദമോ അയാളെ എങ്ങനത്തെ ആളോ ഒന്നും തന്നെ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അതെല്ലാം അമ്മയ്ക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്ക് വഴി അറിയാത്തത് കൊണ്ട് അമ്മ തന്നെ അദ്ദേഹത്തിന് വിളിച്ച് എന്നെ അവിടെ ആക്കിയതിന് ശേഷമായിരുന്നു അമ്മ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ മാഷൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ കുഞ്ഞു പിള്ളേർ അവരൊക്കെ അവിടെ നിന്ന് പുറത്ത് എന്തൊക്കെയോ കളിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ട്യൂഷൻ കഴിയാനേ ഒരു 6-7 മണിയെങ്കിലാവും. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇരുട്ടൊക്കെ അല്ലേ, കണ്ടത്തിലൂടെയാണ് പോവേണ്ടത്. അവിടെ പറയുന്നത് ഒരു വലിയ കണ്ടത്തിൽ ഒരൊറ്റൊരു വീടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ എടുത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരു ചെറിയ നല്ല സൗന്ദര്യമുള്ള ഒരു പയ്യൻ എൻ്റെ മുമ്പിലോട്ട് വരുന്നത്. അതായത് അദ്ദേഹം ട്യൂഷൻ എടുക്കുന്ന സ്റ്റൈൽ കണ്ട് ഞാൻ നെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ക്ലാസിക് ലുക്ക്, നല്ല ജിമ്മ്, നല്ല മസിലും നല്ല ബോഡി, മാത്രമല്ല ഏത് പെണ്ണുങ്ങളെയും അട്രാക്ട് ചെയ്യുന്ന ഒരു പെർഫ്യൂമിൻ്റെ മണം. ഞാനിങ്ങനെ മണത്ത് നോക്കി, നല്ല മണം, ആരാണ്ടാ വരുന്നത് പോലെ. പെട്ടെന്നായിരുന്നു എൻ്റെ ഇതിലൂടെ ആ മാഷ് കടന്നു പോയത്. ഞാൻ ആ മാഷിനെ കണ്ട്,
അന്തം വിട്ടിങ്ങനെ താഴോട്ടേക്ക് നോക്കിയായിരുന്നു. ഇതായിരുന്നു മാഷ്, ഇതായിരുന്നു ഡിവോഴ്സ് ചെയ്ത ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു 40-50 വയസ്സുള്ള ഇതെന്ന് പറയുന്നത് കണ്ടിട്ട് എന്റെ കീഴിൽ പോയി. സാധാരണ ദുൽഖർ സൽമാനൊക്കെ ഇല്ലേ, അദ്ദേഹത്തിനെ പോലും കടത്തി വിടുന്ന, അദ്ദേഹത്തിന് പോലും വെല്ലുന്ന ഒരു ലുക്കായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാനാണെങ്കിൽ എന്തൊക്കെയോ കോലത്തിലായിരുന്നു. ഞാൻ ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നു, മുടിയൊക്കെ അയച്ചിട്ട് ഉച്ചക്ക് നല്ല ചോറൊക്കെ കഴിച്ചാണ് ഉറങ്ങി 5 മണിക്ക് എഴുന്നേറ്റ് അതുപോലെ വന്നതിലേ ഉണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ. എനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചത് എന്താണ്, എന്റെ പ്രായത്തിലുള്ള ആൺപിള്ളേരുണ്ടെങ്കിൽ എനിക്കത് നാണക്കേടാവും. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ എങ്ങനെ ഇത് പഠിക്കും? ഞാനും അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ ഒട്ടും ലുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉറങ്ങി എണീച്ചപ്പോ നിങ്ങൾ ചിന്തിക്കൂലേ, എന്റെ ഫേസിലൊക്കെ നല്ല അടയാളൊക്കെ ഉണ്ടായിരുന്നു ബെഡിന്റെ, അത്ര ഉറക്കിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ എന്റെ കിളി മുഴുവനും പോയി. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കുറെ വിളക്കാൻ നോക്കി. പക്ഷെ ഇദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര ഇന്നസെന്റും ഭയങ്കര ഒരു ലുക്കും, ഫുൾ ടൈം ഫോണിലും, പിന്നെ എന്താ നല്ല സീരിയസ് ഉള്ള ഒരു മുഖഭാവമാണ്. എനിക്കാണെങ്കിൽ ദിവസം കഴിയുന്നവർ ഈ ട്യൂഷൻ വിട്ട് പോകുന്നത് ഓർത്തിട്ടായിരുന്നു എന്റെ വിഷമം എന്ന് പറയുന്നത്. അമ്മാതിരി ലുക്കായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വളക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കഴിഞ്ഞത്ര പരിശ്രമിച്ചു, പക്ഷെ എങ്ങനെയും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന് കുറെ മെസ്സേജൊക്കെ അയക്കാൻ തുടങ്ങി, കുറെ ഡൗട്ട് പാതിരാത്രി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ എനിക്ക് കഴിയുന്നത്ര അദ്ദേഹത്തിനെ വളക്കാൻ നോക്കി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ അദ്ദേഹം എന്നെ കിട്ടാൻ വേണ്ടി അദ്ദേഹം കളിച്ച കളിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇദ്ദേഹം എന്നോട് നല്ല രീതിയിൽ അടുക്കാൻ തുടങ്ങി. പിന്നീട് എൻ്റെ ഒക്കത്ത് നല്ലോണം വരിക. പിന്നീട് എനിക്കായിരുന്നു നാണക്കേട്. ഞാൻ അദ്ദേഹം വരുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചിനൊക്കെ കൈവെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ട്യൂഷന് രാത്രിയാക്കി. അതായത് ഞാൻ ഞെട്ടിപ്പോയി. രാത്രിയോ? അതെ, നീ ഇനി മുതൽ രാത്രി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് എന്തോ പോലെ. ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു, അതിനെന്താടി, നിനക്ക് മാത്രമല്ല കുറെ പിള്ളേരുണ്ടല്ലേ. പക്ഷെ അദ്ദേഹം എനിക്ക് മെസ്സേജ് പറഞ്ഞത് നീ ഒറ്റയ്ക്കെന്നായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞില്ല, കാരണം ഇനി അമ്മ വിടത്തില്ല. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് എന്താഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല, രാത്രിയെങ്കിൽ രാത്രി പോവാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ ഞാൻ രാത്രി വരാം. അങ്ങനെ അന്ന് രാവിലെ ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു. ചോറും കഴിച്ച് നല്ല ഉറക്കമുറങ്ങി. ഒരു 6 മണിക്ക് എഴുന്നേറ്റു. രാത്രി എന്ന് പറയുമ്പോൾ 7:30 മുതൽ 9:30 വരെയായിരുന്നു ട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 8:30 9:30 2 മണിക്കൂർ ഞാനും അദ്ദേഹം മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു ചുറുചുറുക്കുള്ള പയ്യൻ, അദ്ദേഹം എന്നെ ഫ്ലേട്ടാക്കിയതായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷം വരില്ലേ. അങ്ങനെ ഞാൻ രണ്ടും കളിപ്പിച്ച് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി നല്ല അന്ന് ഷാമ്പുവും കണ്ടീഷണറും ഫുള്ള് നല്ലൊരു മണവും നല്ല ബബിളും ഒക്കെ ചവച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എന്നെ കാണുമ്പോൾ തന്നെ ഇങ്ങനൊന്ന് നോക്കിയിട്ട് അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹത്തിനെ ഒരുമാതിരിയൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ? ഞാൻ പറഞ്ഞു, എന്താ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാ പഠിക്കണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ തന്നെയാണ് വരുന്നത്, നീ അവിടെ നിൽക്ക്. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ഹാളിൽ നിന്ന് പഠിക്കണ്ട, ഇന്ന് നമുക്ക് റൂമിൽ നിന്ന് പഠിക്കാം. അങ്ങനെ AC ഒക്കെ ഇട്ട് അദ്ദേഹം ഒരു തണുത്ത വെള്ളം എടുത്ത് വന്നു. പിന്നെ അവിടെ നടന്നത് ചരിത്രമായിരുന്നു മക്കളെ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ട്യൂഷന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളച്ചെടുത്തോ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഡൈവേഴ്സ് ആയ ആണുങ്ങൾ ഒട്ടും കുറവല്ല. അവരെന്ന് പറയുന്നത് അവരുടെ ഓരോ ആഗ്രഹങ്ങൾ കെട്ടി 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 വെച്ച് പെട്ടെന്ന് ഒരാളെ കിട്ടുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് അത്ര സ്വർഗത്തിനെ വെല്ലുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് എന്റെ വീഡിയോ കോൾ ചെയ്യാന്ന്. അപ്പൊ ഇവിടെ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ്, നിങ്ങൾക്ക് ഞാൻ ഒരു സ്കാനർ ഇടുന്നതായിരിക്കും. അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിങ്, പിന്നെ ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാം. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഉടനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 500 രൂപ വലിയ എമൗണ്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കഥകൾ മാത്രം പച്ചക്ക് കേൾക്കണം എന്നുണ്ടെങ്കിലും, പിന്നെ എന്നെ പോലുള്ള സുന്ദരീനെ കാണണമെന്നുണ്ടെങ്കിലും മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. മെമ്പർഷിപ്പിൽ 500 രൂപയ്ക്ക് താഴെയാണ്. അപ്പൊ അതിലും കിടക്കാച്ചി കിടിലൻ ഐറ്റംസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ഹാളിൽ നിന്ന് പഠിക്കണ്ട, ഇന്ന് നമുക്ക് റൂമിൽ നിന്ന് പഠിക്കാം. അങ്ങനെ AC ഒക്കെ ഇട്ട് അദ്ദേഹം ഒരു തണുത്ത വെള്ളം എടുത്ത് വന്നു. പിന്നെ അവിടെ നടന്നത് ചരിത്രമായിരുന്നു മക്കളെ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ട്യൂഷന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളച്ചെടുത്തോ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഡൈവേഴ്സ് ആയ ആണുങ്ങൾ ഒട്ടും കുറവല്ല. അവരെന്ന് പറയുന്നത് അവരുടെ ഓരോ ആഗ്രഹങ്ങൾ കെട്ടി 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 വെച്ച് പെട്ടെന്ന് ഒരാളെ കിട്ടുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് അത്ര
സ്വർഗത്തിനെ വെല്ലുന്നൊരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് എന്റെ വീഡിയോ കോൾ ചെയ്യാന്ന്. അപ്പൊ ഇവിടെ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് നിങ്ങൾക്ക് ഞാനൊരു സ്കാനർ ഇടുന്നതായിരിക്കും. അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിങ്, പിന്നെ ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാം. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഉടനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 500 രൂപ വലിയ എമൗണ്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കഥകൾ മാത്രം പച്ചക്ക് കേൾക്കണമെന്നുണ്ടെങ്കിലും പിന്നെ എന്നെ പോലെ സുന്ദരീനെ കാണണമെന്നുണ്ടെങ്കിലും മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. മെമ്പർഷിപ്പിൽ 500 രൂപയ്ക്ക് താഴെയാണ്. അപ്പൊ അതിലും കിടക്കാച്ചി കിടിലൻ ഐറ്റംസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.